ഹായ് ഓൾ, കേരളമൊട്ടാകെ ഇന്ന് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന വൈറൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റീൽസ് കണ്ട് കൊതിമുത്തി ഞാനും ഉണ്ടാക്കിയാണ് ഈ ഒരു ഐറ്റം. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റിയാണെന്ന് കരുതിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിന് വേണ്ടി വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. ബണ്ണ്, അൺസാൾട്ടഡ് ബട്ടറും മിൽക്ക് മെയ്ഡും. ആദ്യം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചോ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഫില്ലിങ് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം നമ്മൾ ഉടച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബണ്ണെടുത്തിട്ട് ഓരോ ബണ്ണും നടുകെ കീറിയെടുക്കുക. നടുകെ കീറിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബട്ടറിൻ്റെ പേസ്റ്റ് ഇതിൽ നല്ലവണ്ണം സ്പ്രെഡാക്കി തേച്ച് കൊടുക്കണം. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറം വശം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ വണ്ണവും നമുക്കിതുപോലെ ഒന്ന് നിറച്ചെടുക്കണം. അങ്ങനെ എല്ലാ വണ്ണും ഞാനിത് അവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബൺ മസ്കർ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഒരു രക്ഷയിൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബൺ മസ്ക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ തയ്യാറാക്കിക്കോളൂ. വീട്ടിൽ ബണ്ണും ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇപ്പം തന്നെ തയ്യാറാക്കിക്കോളൂ. നല്ല ടേസ്റ്റി ഒരു ഐറ്റം മിസ്സാക്കണ്ട. അപ്പോൾ ശരി, മറ്റു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.